ഒരു മൂക്കൂത്തി അല്ലേ, അത് പോണെങ്കിൽ അങ്ങോട്ട് പൊക്കോട്ടെ, വേറെ മേടിക്കാലോ. പിന്നെ അംബാനി അല്ലേ പറയുന്നത്, ഇവിടെ ലക്ഷക്കണക്കിന് അടുക്കി വെച്ചേക്കോ പോകുമ്പോ മൂക്കുത്തി മേടിക്കാന്. എന്നെ ആ മൂക്കുത്തി ഞാൻ എങ്ങനെ മേടിച്ചത് അച്ഛൻ അറിയാവോ? എങ്ങനെയാ മോളെ? ഈ വരിക്കപ്ലാവിലെ ചക്ക ഞാൻ പറിച്ചെടുത്ത് അരിഞ്ഞു വറുത്തുണ്ടാക്കിയ മൂക്കുത്തി അത്. ആഹാ, ചക്ക വറുത്ത മൂക്കുത്തി ഉണ്ടാക്കാൻ പറ്റൂലേ? ഇതുപോലെ തളിഞ്ഞ കോമഡി പറയുന്നത് ഞാൻ അച്ഛനോട് പറഞ്ഞിട്ടുണ്ട്. എന്ത് ചെയ്യാനാ മോളെ, അച്ഛനൊരു ദരിദ്രനായി പോയില്ലേ, ഇത്രയൊക്കെ പറ്റൂ. അച്ഛൻ സങ്കടപ്പെടേണ്ട കാര്യമില്ല അച്ഛാ. ഈ വരിക്കപ്ലാവിലെ ചക്ക ഇനി അരിഞ്ഞ് ഞാൻ മൂക്കുത്തി ഉണ്ടാക്കും. എന്റെ മോള് അച്ഛനോട് പൊറുക്കണം. എന്താ അച്ഛാ? ഈ കാണാവുന്ന പ്ലാവിലെ ചക്കയെല്ലാം അച്ഛൻ വിറ്റിരിക്കണു. അച്ഛാ, അച്ഛൻ എന്താ പറയുന്നത്? അച്ഛൻ ആരോട് ചോദിച്ചിട്ട് ഈ പ്ലാവിലെ ചക്കയെല്ലാം വിറ്റത്? ഞാൻ ആരോട് ചോദിച്ചില്ല, അവരാ ഇങ്ങോട്ട് വന്ന് ചോദിച്ചത് ചക്ക കൊടുക്കാണ്ടോന്നേ. ഞാൻ കൊടുക്കാണ്ടെന്ന് പറയുകയും ചെയ്തു, അവര് കാശ് തരുകയും ചെയ്തു. കിട്ടിയ കാശിന് ഞാൻ പുട്ടടിക്കുകയും ചെയ്തു. അച്ഛാ, ഈ ചക്ക ആരെങ്കിലും മേടിക്കാൻ വന്നാൽ ഞാൻ അവരുടെ കൈ വെട്ടും. ഞാനിത് ആർക്കും കൊടുക്കത്തില്ല, ഞാൻ സമ്മതിക്കത്തില്ല. നിങ്ങളുടെ സമ്മതം ആർക്ക് വേണം? ഇദ്ദേഹത്തിനാ മോളെ അച്ഛൻ ചക്ക വിൽക്കേണ്ടായത്. ഇതൊരു ചക്കക്കുരും കൂടെ ഒരു തോട്ടിയുണ്ടല്ലോ. അല്ല, മറ്റേ സാധനം കൂടെ ഉണ്ടെങ്കിൽ നല്ലതാണല്ലോ. പ്ലാവുമ്പോ അതിനെ ചാരി വെച്ചിട്ട് ഇദ്ദേഹത്തിന് ചക്ക കയറി പറിക്കാലോ. ഇത് കൊള്ളാച്ച സ്റ്റാൻഡേർഡ് കോമഡി. അപ്പൊ നന്നായി അംഗീകരിച്ചിരിക്കണു.